ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വർക്കിന് എഴുതിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുണ്ടല്ലോ, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. ഇതിനകത്ത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. നിലവിൽ നമുക്ക് ഇതിൻ്റെ കാർബേറ്ററിനകത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അതായത് പെട്രോൾ കിടന്ന് ശരിക്കും പറഞ്ഞ ഒരു ജെൽ ടൈപ്പിലേക്ക് ആയിട്ടുണ്ട്. അതിപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാർബേറ്ററിനൊക്കെ ശരിക്കും നല്ല രീതിയിൽ ആ കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. E20 പെട്രോളിൻ്റെ ഉപയോഗം മൂലം വന്ന കംപ്ലയിൻ്റ് ആണ് കേട്ടോ. കാരണം അത് നമുക്കിപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ കിട്ടുന്നത് E20 എന്ന് പറയുന്ന പെട്രോളാണ്. അതിനകത്ത് 1 ലിറ്റർ പെട്രോളിൽ 800 മില്ലി പെട്രോളും 200 മില്ലി എത്തനോളുമാണ്. ആ എത്തനോൾ ഈ കാർബേറ്റർ എന്ന് പറഞ്ഞാൽ അലുമിനിയാണ് ഈ കാർബേറ്റർ അസംബ്ലി. അതുമായി കെമിക്കൽ റിയാക്ഷൻസ് വരുമ്പോൾ വന്ന പ്രോബ്ലംസാണ് അത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ കാർബേറ്റർ ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ ഇതിലും നല്ല കാർബേറ്ററുകൾ ക്ലീൻ ചെയ്താൽ പോലും ഓവർഫ്ലോ ആണ്. ഇപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാർബേറ്റർ അസംബ്ലി നമ്മൾ പുതിയത് മേടിച്ച് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ ഈ സെയിം പെട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓട്ടം കുറവാണെങ്കിൽ കാർബേറ്ററിന് വരാൻ പോകുന്നത് ഇതേ കംപ്ലയിൻറ്റ് തന്നെയായിരിക്കും. വണ്ടി ഓടണ വണ്ടിയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് കുറവായിട്ടാണ് കാണുന്നത്. കംപ്ലയിൻറ്റ് വരില്ല എന്നല്ല, ഓട്ടം കുറവുള്ള വണ്ടീനെ അപേക്ഷിച്ച് കംപ്ലയിൻറ്റ് വരുന്ന സമയത്തിന് വ്യത്യാസം വരുന്നുണ്ട്, കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടം കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് നിങ്ങളുടെ വണ്ടിക്ക് വരും. അത് അറിഞ്ഞിരിക്കുക. പക്ഷേ ഈ കാർബേറ്റർ മാറ്റാതെ കൊണ്ട് ഇപ്പോൾ വണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാർബേറ്റർ ഒറ്റയടിക്കല്ല അത് കംപ്ലയിൻറ്റ് വന്നതാണ്. ആദ്യം ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയതാണ്. അപ്പോൾ അതങ്ങനെ ജെറ്റ് ബ്ലോക്കായിട്ട് ഈ ഹെഡിനകത്തേക്ക് നല്ല രീതിയിൽ പെട്രോളിൻ്റെ കൺസംഷൻ കൂടി. അതായത് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിക്കുമ്പോൾ മെയിൻ ജെറ്റുകളെ വലിച്ചു കയറ്റിയിട്ട് നല്ല രീതിയിൽ കാർബൺ ഉണ്ട്. ഈ ത്രെഡിലടക്കം കാർബൺ അടിച്ചേക്കാം. അപ്പോൾ പ്ലഗ് ഷോർട്ടിങ് ആണ്, പ്ലഗ് മാറ്റണം. അപ്പോൾ എന്തെങ്കിലും കാർബേറ്റർ കൂടി മാറ്റണ കൂട്ടത്തിൽ കൂടെ എയർ ഫിൽറ്റർ കൂടി മാറ്റിയിടുന്നതല്ല. കാരണം അത്യാവശ്യം പൂപ്പൽ പിടിച്ച അവസ്ഥയിലേക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു വണ്ടി ഓട്ടം കുറവാണ് ശരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസാണ്. ഇപ്പോൾ ഈ പെട്രോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ഭാഗവും ഈ വണ്ടിയുടെ കംപ്ലയിൻ്റാണ്. കാർബേറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇരിക്കണ പെട്രോൾ ടാപ്പ്, അതും അലുമിനിയാണ് സാധനം. വാക്വം ടൈപ്പ് ടാപ്പാണ് നമുക്ക് വരാം. അതും കംപ്ലയിൻ്റ് ഉണ്ട്. ത്രൂ ഔട്ട് ലൈൻ പെട്രോൾ വന്നേക്കുക. പെട്രോൾ ടാപ്പ് മാറ്റണം, പെട്രോളിൻ്റെ പൈപ്പ് മാറ്റണം, കാർബേറ്റർ അസംബ്ലി മാറ്റണം, എയർ ഫിൽറ്റർ, പ്ലഗ്, ഇത്ര ഐറ്റം മാറ്റിയാലാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ കുറച്ച് നേരമാഴ്ച ചാർജിലേക്ക് ഇട്ടു. അപ്പോൾ തന്നെ വോൾട്ട് കയറി വരുന്നുണ്ട്, 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായാലും വേറെ കംപ്ലയിൻറ്റ് കാണിക്കണില്ല. അപ്പോൾ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഡേസ് ഓക്കെ ആവും. പക്ഷേ ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. പ്രത്യേകം അറിഞ്ഞിരിക്കുക, പുതിയ കാർബേറ്റർ വെച്ചാലും ഒരു ഗ്യാരണ്ടിയും ഒരു കമ്പനിയും പറയണില്ല. നമ്മൾ വെക്കുന്നത് കമ്പനി ഒറിജിനൽ പാർട്സ് തന്നെ വെക്കുള്ളൂ. ഒരു സാധനം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഉപയോഗിക്കില്ല. ഒറിജിനൽ പാർട്സാണെന്ന് പറഞ്ഞാൽ പോലും ഈ സാധനം ഉപയോഗം കുറവാണെങ്കിൽ 100% കംപ്ലയിൻറ്റ് വരും. അതറിഞ്ഞിരിക്കുക. നമ്മളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. കമ്പനീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നല്ല പ്രോഡക്റ്റാണ് തന്നെ. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് തന്നെ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെയും പ്രശ്നം ഇത് തന്നെയാണ്. B6 മോഡൽ വണ്ടികൾക്ക് മാത്രമാണ് കംപ്ലയിൻറ്റ്സ് കുറവായിട്ട് വന്നിട്ടുള്ളൂ. അതിനും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാർബേറ്റർ മോഡൽ വണ്ടികളെല്ലാം തന്നെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാർബേറ്റർ അസംബ്ലി ഇതൊക്കെ മാറ്റുന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തെങ്കിലും നമ്മൾ വർക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുള്ളൂ. പിന്നെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നതിൻ്റെ ഇപ്പോൾ മെയിൻ റീസൺസൊക്കെ അതിനകത്ത് എഴുതിയേക്കാം. അതും കൂടി നോക്കാം. നമ്മളതിനകത്ത് നിസ്സഹായരാണ്. ഇപ്പോൾ വന്ന പ്രശ്നം നമ്മൾ വണ്ടി റെഡിയാക്കി, ഇന്ന് വണ്ടി റെഡിയാക്കി നമുക്കൊന്നും കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വണ്ടി ഉപയോഗിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ, ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റുകൾ അതേപോലെ തന്നെ തിരിച്ചു വരും. അതറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പുതിയ കാർബേറ്റർ വയ്ക്കുമ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോൾ ഈ പെട്രോൾ മാറ്റിയിട്ട് പവർ പെട്രോളിലേക്കൊന്ന് മാറി നോക്കാം. 100% സക്സസ് ഒന്നും പറയാൻ പറ്റില്ല. പവർ പെട്രോൾ അടിക്കുന്ന വണ്ടികളിൽ താരതമ്യേന കംപ്ലയിൻറ്റ്സ് കുറവ് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറയില്ല കേട്ടോ. അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അതിനകത്തും ഈ പറഞ്ഞ പെട്രോളുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു ആൻറ്റി കെമിക്കലോ ഉള്ളത് കൊണ്ട് ചില കേസിൽ അങ്ങനെ പ്രശ്നം കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് തീരുമാനം പറയാം. അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് വിളിച്ച് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്കതിന് പെർമിഷൻ കൊടുക്കാം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ.